എല്ലാവരെയും ഒന്ന് കണ്ടപ്പോൾ എന്തൊരു ടെൻഷൻ ഫ്രീ ആണെന്നറിയോ, എന്തൊരു റിലീഫാണ്. ഇനി എന്നാ എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് കൂടുന്നേ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ ഏറ്റവും കൂടുതൽ അയച്ച മെസ്സേജസ് ആണ് കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞത്. ഇന്നും ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വേറെ ഒന്നുമല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ് കേട്ടോ. ഫംഗ്ഷൻ മൂവാറ്റുപുഴ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഒരു 5:30 ആയപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ കൂടെ എൻ്റെ വേറൊരു ഫ്രണ്ടും അവളുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നു. അവിടെ എത്തി ഒരു ഇത്തിരി നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നവാസും അവൻ്റെ വൈഫും കുട്ടിയും വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ ഒരുമിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് ഷാന. ഇവളുടെ ബ്രദറിൻ്റെ കല്യാണത്തിനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഞങ്ങളെ എല്ലാവരെയും കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ കുറേ നാളിന് ശേഷം കാണുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ വിശേഷം പറച്ചിലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ എത്തി നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേര് വന്ന് സംസാരിച്ചു. അവളുടെ ഫാമിലിയിൽ തന്നെ കുറേ പേരെ നിൻ്റെ വീഡിയോ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് അവൾ പരിചയപ്പെടുത്തി തരുകയും ചെയ്തു. ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും അതുപോലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ ഞാനിപ്പോൾ മാക്സിമം മിസ് ചെയ്യാറില്ല കേട്ടോ. പറ്റുന്ന പോലെയൊക്കെ ശ്രമിച്ച് അവിടെ എത്താറുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ ഒരു വാല്യൂ ഭയങ്കരമായിട്ട് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അവരുടെ കൂടെ കുറേ നാളിന് ശേഷമായിരിക്കും നമ്മൾ കാണുന്നത്. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചാറ്റ് ചെയ്യാറുണ്ട്. ആ ഓരോ പ്രാവശ്യം ചാറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അവിടെ വെച്ച് കാണാം, ഇവിടെ വെച്ച് കാണാം, ഇവിടെ വെച്ച് കൂടാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യാറുണ്ട്. പലതും നടക്കാറില്ല, ചിലതൊക്കെ നടക്കാറുണ്ട്. എങ്കിലും ഇവരെ വീണ്ടും കാണുമ്പോൾ നമ്മൾ അന്നത്തെ ആ ഒരു ഡിഗ്രി കാലഘട്ടം ഉണ്ടല്ലോ, അതൊക്കെ തിരിച്ച് കിട്ടിയ പോലെ, കുറച്ച് സമയത്തേക്കെങ്കിലും തിരിച്ച് കിട്ടിയ പോലെ ഒരു ഫീലാണ് കേട്ടോ കിട്ടുന്നത്. നമുക്ക് ആകെ ചിലപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടാറുള്ളൂ. പക്ഷെ ആ 1 മണിക്കൂർ നമ്മൾ ഭയങ്കര ടെൻഷൻ ഫ്രീ ആണ്, ഭയങ്കര ഒരു റിലീഫാണ് കേട്ടോ നമുക്ക്. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെയാണ്. എപ്പോഴും നമ്മൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഒരു വേറെ തന്നെ ഒരു ഫീലാണല്ലോ. ഇതിലും ഇപ്പോൾ 2 പേര് മിസ്സിംഗ് ആണ് കേട്ടോ. അവർക്ക് ഓരോ അസൗകര്യം കാരണം എത്തിച്ചേരാനായിട്ട് പറ്റിയില്ല. ഇന്നിപ്പോൾ നമ്മൾ മീറ്റ് ചെയ്തു. ഇനി എന്നാണ് മീറ്റ് ചെയ്യുന്നതെന്നുള്ളത് അറിയില്ല. എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമുക്കൊരു വാല്യൂ തരുന്ന ആളുകളുടെ കൂടെ ആയിരിക്കുക എന്നുള്ളത് ഭയങ്കര വലിയൊരു സംഭവം തന്നെയാണ്. അത് നമുക്ക് തരുന്നൊരു പോസിറ്റീവ് എനർജി, ഒരു മെൻ്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുത് തന്നെയാണല്ലേ. അപ്പോൾ എന്തായാലും നമ്മളെത്തി, ഫുഡ് കഴിച്ചു, പിന്നെ ബ്രൈഡിനെയും ഗ്രൂമിനെയും കണ്ടു. അവരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.